ഹായ് നമസ്കാരം സുധിനാണ്. ഞങ്ങളെന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്, ചെങ്ങന്നൂരടുത്ത് കുളനട പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫെൻസിങ്. ഏകദേശം ഒരു 220 മീറ്ററോളം ഏരിയ വരുന്ന ഒരു ഫെൻസിങ് ആണ്. ഈ കാണുന്നത് 4 അടി ഹൈറ്റാണ്, ബാക്കിയുള്ള ഭാഗമെല്ലാം 5 അടി ഹൈറ്റാണ്. ആ കാണുന്ന വീടിൻ്റെ 3 സൈഡാണ് നമ്മൾ ഫെൻസ് ചെയ്യുന്നത്. ഫ്രണ്ടും 2 സൈഡും ബാക്കിൽ അവരുടെ റിലേറ്റീവിൻ്റെ വീടുണ്ട്, അതുകൊണ്ട് കവർ ചെയ്തിട്ട് അവിടെ ഒരു എക്സിസ്റ്റിംഗ് കോമ്പൗണ്ട് വാളിൽ കൊണ്ടുപോയി മുട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കിന് സ്പെഷ്യൽ ഉണ്ട്. കാര്യം നമ്മൾ ഒരു ദിവസം വന്ന് നമ്മൾ അന്ന് ഫാബ്രിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് കറണ്ട് ഇല്ലാതെ പോയിട്ട് നമ്മൾ ജനറേറ്റർ എല്ലാം സെറ്റായി വന്നപ്പോഴേക്ക് ലേറ്റായി. ഈ മുന്നത്തെ ഈ കാല് ചെയ്തിട്ടുള്ള വർക്ക് നമുക്കന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് മോർണിംഗിൽ വന്നിട്ട് ഒരു സൈഡിൽ ചെയിൻ ലിങ്ക് ഇൻസ്റ്റലേഷനും ഒരു സൈഡിൽ നമ്മൾ കാല് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന വർക്കും നമ്മൾ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നു. നമ്മുടെ പ്രോപ്പർട്ടിയുടെ 2 സൈഡിൽ ഓൾറെഡി കാല് ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ നെയ്ബേഴ്സ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് കാരണം അത് കുറച്ച് ഉള്ളിലോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ക്ലയൻറ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കാല് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെയിൻ ലിങ്ക് ഇൻസ്റ്റലേഷൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ അങ്ങനെ നമ്മൾ ഏകദേശം ഉച്ചയായി. ഞങ്ങൾ ഫാബ്രിക്കേഷൻ ടീം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ തിരിച്ച് പോവാണ്. നമ്മുടെ ഫെൻസിങ്ങിൻ്റെ വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഈവനിങ് ആകുമ്പോഴേക്ക് പരമാവധി ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്തിട്ട് പരമാവധി കാലുകൾ പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം മറ്റൊരു ദിവസം വന്നിട്ട് ഇനി കാലുകൾ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് ഓരോ ടെക്നിക്കലായിട്ട് വരുന്ന ഇഷ്യൂസാണ്. നമുക്ക് ഓരോ ഭാഗങ്ങളിൽ വരുന്ന ഓരോ ഇഷ്യൂസാണ്. കാരണം നമ്മൾ ഈ ഫെൻസിങ്ങിൻ്റെ വർക്ക് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ഈ ബൗണ്ടറി ഇഷ്യൂസ്. അത് നമ്മൾ ഓരോ ക്ലയൻസ് വിളിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പരമാവധി നമ്മൾ വരുന്നതിന് മുന്നേ ബൗണ്ടറി ക്ലീൻ ചെയ്തിടുക. കാരണം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോഴേക്കും സോൾവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് സൈറ്റിൽ വരുന്നത്. എനിവേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോണിൻ്റെ GI ചെയിൻ ലിങ്ക് ആണ്. 3 ഇഞ്ച് കള്ളിയകലും 12 ഗേജ് തിക്നെസ് ഉള്ള 2.5 mm തിക്നെസ് ഉള്ള ചെയിൻ ലിങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്ന സെയിം സ്പെക്കാണ്. ഈ മുൻഭാഗത്തൊരു 51 മീറ്റർ നമ്മൾ 4 അടിയും ബാക്കിയുള്ള പോർഷൻസിലെല്ലാം 5 അടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള കാല് ടാറ്റയുടെ GI പൈപ്പാണ്. 1.5 ഇഞ്ച് റൗണ്ടാണ്. ടാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡിവിഷനിൽ വരുന്ന പൈപ്പാണ്. 2.5 മീറ്റർ ഗ്യാപ്പിലാണ് കാല് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തും 2 അടി നമ്മൾ താഴ്ത്തി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം നമ്മൾ കോൺക്രീറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഇളക്കി മാറ്റിയിട്ട് മാറ്റി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസകരമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാലുകൾ ഇപ്പോൾ പരിക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം വേണം ചെയിൻ ലിങ്ക് ബാക്കിയുള്ള ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ആ പൈപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 48.3 mm ഔട്ടർ ഡയമീറ്റർ വരുന്ന ടാറ്റയുടെ 1.5 ഇഞ്ച് GI പൈപ്പാണ്. 1.6 mm വാൾ തിക്നെസ് ഉള്ള പൈപ്പാണ്. അതുപോലെ എല്ലാ ഭാഗത്തും 7 അടിയുടെ കാലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2 അടി താഴത്തേക്കും ബാക്കി 5 അടി മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ്. 2.5 മീറ്ററാണ് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. 3 ലൈൻ പ്ലെയിൻ കമ്പി 12 ഗേജിന് തന്നെ കൊടുത്തിട്ടുള്ളത്. ഒപ്പം കെട്ടാനും വലിക്കാനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് 1.6 1.2 4 ആയിട്ടുള്ള വയറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് റിവ്യൂ കിട്ടുമോ ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റു സൈറ്റും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.